ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ചമ്മന്തി. അപ്പോൾ കറിവേപ്പില വളരെ ഹെൽത്തിയാണ്, എല്ലാം ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അടുപ്പ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലോ അല്ലാതെ സാധാരണ വീട്ടിൽ എന്ത് എണ്ണയാണോ ആവശ്യമുണ്ട് അത് ഉപയോഗിക്കാം. ഇതെല്ലാം വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൽ കടലപ്പരിപ്പ് ചേർക്കാം. ഇതുപോലത്തെ ചമ്മന്തിക്ക് കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും നല്ലതാണ്. അപ്പോൾ കടലപ്പരിപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ഉഴുന്നും പരിപ്പ് ചേർക്കണം. കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ഉഴുന്ന്. ഇതൊന്ന് ചവക്കുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ആയപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, അത് നമ്മൾ എത്ര കറിവേപ്പില എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനൊരു 7 ചെറിയ ഉള്ളിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ചുവന്ന മുളക് അതുപോലെ ഒരാളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകും, ഞാനൊരു 3 പച്ചമുളകും 5 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പ്, ഇവിടുത്തെ കടലപ്പരിപ്പ് ചുവക്കാൻ കുറച്ച് സമയമെടുക്കുന്നത്, അതാണ് എനിക്കിങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ ഈ കടലപ്പരിപ്പും ഉഴുന്ന പരിപ്പ് വറുത്ത് മാറ്റി വെച്ചിട്ടും ബാക്കി സാധനങ്ങൾ വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക സൈസ് പുളി ഇടുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ ഇത്രയും വഴറ്റിയതിന് ശേഷം, അധികം ഫ്രൈ ആവണ്ട, കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച കറിവേപ്പില എടുക്കാം. ഞാൻ ഇത്ര കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ 2 പിടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ച് കഴുകി ഊറ്റി വെച്ചതാണ്. കറിവേപ്പില നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ എടുത്ത് കളയുക ചെയ്യാം. അപ്പോൾ കറിവേപ്പില ഇഷ്ടംപോലെ ഉള്ളപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഇത് നല്ല ചൂട് ചോറിൽ ഈ ഇപ്പോൾ ഇന്ന് എനിക്ക് മെയിൻലി ചോറിൽ കുഴച്ച് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ നാളെ ഇഡ്ഡലിക്കും ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇഡ്ഡലി ദോശയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. ചോറിൽ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറിവേപ്പില കുറച്ച് സമയം വഴറ്റിയാൽ മതി. ഒരുപാട് നേരം വഴറ്റിയാൽ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അതിൻ്റെ ന്യൂട്രിയൻസ് പോവും. അതുകൊണ്ട് കുറച്ച് സമയം വഴറ്റിയിട്ട് ഇപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു ഇളക്കിയിട്ട് അടുപ്പ് ഓഫാക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. തേങ്ങ അധികം സമയം വഴറ്റണ്ട. ഇതിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് തേങ്ങ. അടുപ്പ് ഓഫാക്കി ഇനി ഇതിൽ എൻ്റെ കൈക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം ചമ്മന്തി അരക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം, പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇത് തണുത്തതിന് ശേഷം
മിക്സിയിൽ അരയ്ക്കാം. ചൂടുന്ന് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒരു ചമ്മന്തി പരുവത്തിൽ അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർത്തിടുക. ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ട് മാത്രമേ ചമ്മന്തിക്ക് അരയ്ക്കാവൂ. അപ്പോൾ ഇതെല്ലാം മിക്സി കപ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കണം. ഇത് ഞാൻ 1-2 സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, കാരണം ലൂസായി ആയിക്കൂടാ. അതുകൊണ്ട് ഇങ്ങനെ അരച്ചിട്ടുണ്ട്. നല്ല ഇറുകിയിട്ടുണ്ടാവണം ചമ്മന്തി. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കറിവേപ്പില ചമ്മന്തി ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വളരെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എപ്പോഴും അതാണ് ഞാൻ പറയാറ്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.